ഇതൊരു അക്കാദമിക് ചർച്ച ആയതുകൊണ്ട് ബഹളത്തിനപ്പുറത്തേക്ക് ഈ സത്യം ജനങ്ങളെ ബോധിപ്പിക്കേണ്ടതുണ്ടല്ലോ. അദ്ദേഹം നേരത്തെ പറഞ്ഞ ആദ്യത്തെ കാര്യം 95-ലെയും 2013-ലെയും ഈ വഖഫ് ഭേദഗതിയെ BJP പിന്തുണച്ചെന്നാണ് അദ്ദേഹം പറയുന്നത്. പച്ചക്കള്ളമാണ്. അതവിടെ നിൽക്കട്ടെ. അങ്ങ് പറയുന്ന സെക്ഷൻ 40 നോക്കൂ, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധവും മതനിയമം അനുശാസിക്കുന്നതാണ് സാർ. സെക്ഷൻ 40 എന്ന് പറയുന്നതിനെ ഭേദഗതി വരുത്തിക്കൊണ്ട് വഖഫിന് അതിനുള്ള അനുവാദം കൊടുത്തത്, അതായത് എൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് അത് വഖഫ് ചെയ്തതാണെന്നുള്ള ഒരു വാക്കാലുള്ള വഖഫാണെങ്കിൽ പോലും അത് കടന്നു കയറി അതിനെ സ്ഥാപിച്ചെടുക്കാനുള്ള അവകാശം കൊടുത്തത് കോൺഗ്രസ്സുകാരാണ്. ആ സെക്ഷൻ 40 എങ്ങനെയാണ് നിങ്ങൾ ഭരണഘടനയ്ക്ക് അനുകൂലമായിട്ടുള്ള സംവിധാനമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? അങ്ങ് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. വഖഫ് ട്രൈബ്യൂണലിന്റെ വിധി അന്തിമമാണ്. ആ അന്തിമമായ വിധി, ആ വിധിയെ ചോദ്യം ചെയ്യാൻ ഇന്ത്യയിൽ ഒരു കോടതിക്കും സാധിക്കില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങളൊരു പിണറായി സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചല്ലോ. എന്താണ് ആദരണീയ അന്ന് ഹൈക്കോടതി എന്താ പറഞ്ഞത്? ആ ജുഡീഷ്യൽ കമ്മീഷൻ സാധുതയില്ല, വഖഫ് ട്രൈബ്യൂണൽ കോടതിക്കാണ് അന്തിമ വിധി എന്ന് കേരളത്തിലെ സിംഗിൾ ബെഞ്ചിലാണ് പറഞ്ഞത്. അപ്പൊ അങ്ങ് ഈ പറയുന്നത് പൊള്ളത്തരമല്ല സാർ. അപ്പൊ നിങ്ങൾ ഈ സത്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളെ വൈകാരികമായിട്ട് ഇങ്ങനെ പ്രക്ഷുബ്ധത ഉണ്ടാക്കിയിട്ട് അതിലെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താതെ സത്യസന്ധമായിട്ട് നിങ്ങൾ ഈ കാര്യത്തെ സമീപിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളത് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഈ പറയുന്ന മുട്ടാപ്പാക്ക് ന്യായം കൊണ്ടൊന്നും കേരളത്തിലെ ജനത ഇതൊക്കെ തിരിച്ചറിയും, ഇന്ത്യയിലെ ജനതയെ തിരിച്ചറിയും. അങ്ങ് പറഞ്ഞല്ലോ ഇതൊരു മുനമ്പത്തെ മാത്രം വിഷയമാണെന്ന്. എങ്ങനെയാണ് മുനമ്പത്തെ മാത്രം വിഷയമാവുക? 2024 ഡിസംബറിലെ വാംസി എന്ന് പറയുന്ന ആ ഒരു പോർട്ടലുണ്ട്, വഖഫിന്റെ സ്വത്ത് വിവരങ്ങളുള്ള, അങ്ങ് പരിശോധിച്ചാൽ സാധിക്കും. അതിൽ 53,432 കേസുകളാണ് ഇവിടെ വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തിട്ടുള്ളത്. അപ്പൊ കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ വഖഫ് സ്വത്തിന് വേണ്ടിയുള്ള വലിയ യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. അത് ബാധിക്കാൻ പോകുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെയുണ്ട്, ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകളെയുണ്ട്, അമ്പലങ്ങളെയുണ്ട്, ദർഗകളെയുണ്ട്, മദ്രസകളെയും കൂടിയുണ്ട്, മുസ്ലിം സമുദായം നടത്തുന്ന മദ്രസകളെയും കൂടിയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വലിയൊരു വിഷയത്തെയാണ് അഡ്രസ് ചെയ്തുകൊണ്ട് അതിന് ശാശ്വതമായ പരിഹാരം നടത്തിക്കൊണ്ട് മുസ്ലിം സമുദായത്തിന് ഗുണകരമായ പ്രവർത്തനം നടത്തുമ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് നരേന്ദ്രമോദി സർക്കാർ മുസ്ലിം സമുദായത്തെ ദ്രോഹിച്ചു എന്ന് പറയുന്നത്? അതിൽ എന്തർത്ഥമാണ് അങ്ങ് പറയുന്നത്? ഒരു തരത്തിലും ഇത് ദ്രോഹമില്ല. ഇപ്പൊ നോക്കി, ഇപ്പൊ ഞാൻ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള യൂത്ത് ലീഗിന്റെ സാക്കിറുണ്ട്. സാക്കിറിന്റെ ഈ പ്രായ കാലയളവിൽ പോലും സാക്കിറിന് പോലും വഖഫ് ബോർഡിന്റെ 1 രൂപയുടെ ഒരു ഏതെങ്കിലും തരത്തിൽ ഇനാമോ ഏതെങ്കിലും വിഹിതമോ അദ്ദേഹത്തിന്റെ ദൈനംദിന മതപ്രവർത്തനം കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങ് സാക്കിറിനോട് ചോദിച്ചു, ഏതെങ്കിലും തരത്തിൽ ഒരു കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും വഖഫ് ഭൂമിയുടെ ഒരു സ്വത്തിന്റെയോ അതിന്റെ പ്രോപ്പർട്ടിയുടെ ഒരു തരത്തിലുള്ള മതപരമായിട്ട് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതൊരു സിംഗിൾ വിൻഡോയിലേക്ക് ഈ സ്വത്തുക്കളെ കൊണ്ടുവരുന്നു. അതിനിപ്പോ നമുക്ക് സച്ചാർ കമ്മിറ്റി ഞങ്ങൾ നിശ്ചയിച്ചിട്ടില്ലല്ലോ. സച്ചാർ കമ്മിറ്റികൾക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട് വഖഫ് ഭേദഗതി കൊണ്ടുവരണം, വഖഫ് സ്വത്ത് അന്യാധീനപ്പെട്ടു പോകുന്നു, കാര്യക്ഷമമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വഖഫിൽ നിന്ന് 12,000 കോടി രൂപയുടെ വരെ വരുമാനം കിട്ടാൻ സാധിക്കും. അങ്ങനെ 12,000 കോടി രൂപയുടെ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഗുണഭോക്താക്കളായി മാറാൻ പോകുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഇപ്പൊ വഖഫിന്റെ ഒക്കെ ഒരു വരുമാനം 12.2 കോടിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 9 ലക്ഷം ഏക്കറും അതിനനുസരിച്ച് 10,000 കെട്ടിടങ്ങളും ഉള്ള ഈ ഭാരതത്തിൽ വഖഫിന്റെ ഇൻകം എന്ന് പറയുന്നത് വെറും 12.2 കോടിയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കി കൂടെ ഈ പറയുന്ന സ്വത്ത് കൈകാര്യം ചെയ്തത് ആരാണെന്നും ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാണെന്നും ഒക്കെ അറിയാമല്ലോ. ഇപ്പൊ കോഴിക്കോട് ടൗണിലൊക്കെ നിങ്ങൾ പോയാൽ മനസ്സിലാക്കാൻ സാധിക്കും.